ദേവികയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദേവികയ്ക്കല്ല സംഭവിച്ചു മുഴുവൻ ചന്ദ്രോത്താ. ചന്ദ്രോത്തിന്റെ മാനം തീർന്നില്ലേ? പ്രഭകുഞ്ഞിന്റെ അവസ്ഥ ഇനി എന്താവും? ദേവികയും നന്ദനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ദേവിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ചീത്തപ്പേര് വരുന്ന മുഴുവൻ പ്രഭകുഞ്ഞിനല്ലേ? മരുമോൾ ഇറങ്ങിപ്പോയ ഉറപ്പായും അതിന്റെ കാരണം അമ്മായിമ്മ ആയിരിക്കും ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. പ്രഭകുഞ്ഞിനെതിരെ വാർത്തകൾ വരിക, ശ്രീധര പീഡനം, ഭർത്താവിന്റെ വീട്ടിലെ പീഡനം, അങ്ങനെ ഓരോരുത്തര് അവർക്ക് തോന്നുന്ന പോലെ എഴുതി പിടിപ്പിക്കും. പാവം പ്രഭകുഞ്ഞ് അനുഭവിച്ച് തീരുന്നില്ലല്ലോ. അവൾക്കൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയാ പോരെ? വരുന്നതൊക്കെ അനുഭവിക്കുന്ന പ്രഭകുഞ്ഞല്ലേ? അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആന്റി എന്തനുഭവിച്ചു എന്നാ? ആ ഫയല് കാണാതായതിന്റെ കാര്യങ്ങളൊക്കെ ആന്റിക്കും അറിയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. നോക്കിക്കോ, ഫയല് മോഷ്ടിച്ചത് പ്രഭകുഞ്ഞാണ്, ദേവിക്ക് പകരം ഇസബെല്ലെ ഇറക്കിയത് പ്രഭകുഞ്ഞാണ്, അങ്ങനെയൊക്കെ ഇനി വാർത്തകൾ വരും. തെറ്റുകാരെല്ലാവരും നല്ല പിള്ളേ ആവും. അവളെന്തിനാ ചന്ദ്രത്തിൽ ഇറങ്ങിപ്പോയത്? അവിടെ തന്നെ നിന്നൂടായിരുന്നോ? അത് ശരി, ഇത്രയും അപമാനം സഹിച്ചത് പോരെ അമ്മേ? ഇനിയും അവിടെ നിന്ന് അവളുടെ വ്യക്തിത്വവും സ്ത്രീത്വവും ഒക്കെ അടിയറവ് വയ്ക്കണമെന്നാണോ? അമ്മേ, അവൾ എന്തും സഹിച്ചിരുന്ന പഴയ ദേവികയല്ല ഇപ്പോ. ഇന്ന് അവൾ യഥാർത്ഥ പെണ്ണ. ഇനി അവളുടെ ശക്തി കാണാൻ പോകുന്ന നന്ദൻ അവളുടെ പുറകെ ചെന്ന് ദേവികയുടെ കാല് പിടിച്ചില്ലെങ്കിൽ അമ്മ അപ്പ ചോദിച്ചു. പിന്നെ അമ്മ പ്രഭാന്റെ വല്ലാണ്ടങ്ങ് സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. ഈ നടന്ന സംഭവങ്ങളിൽ നിന്നൊന്നും ആന്റിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഫയല് മാറ്റിവെച്ചതിലൊക്കെ ആന്റിക്ക് നല്ല പങ്കുണ്ട്. ഗൗരി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ദേവിയുടെ വശമൊക്കെ നിന്നോ? പക്ഷെ പ്രഭകുഞ്ഞിനെതിരെ ഓരോന്ന് കെട്ടിച്ചമച്ച് ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നും അല്ല. പ്രഭാന്റിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ അമ്മ. സമയം കിട്ടപ്പോ ഒന്ന് തന്ത്രപരമായി ചോദിച്ചു നോക്ക്. എല്ലാം ആന്റി തന്നെ പറയും. എന്തായാലും ഞാൻ ദേവികയുടെ കൂടെയാ. അപമാനം സഹിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഒരു മാതൃകയാ ദേവിക. നാട്ടുകാരെ എന്ത് കരുതുമെന്ന് വിചാരിച്ച് സർവവും സഹിച്ചു നിന്ന് ജീവിതം പാഴാക്കില്ലല്ലോ അവള്. നോക്കിക്കോമേ, അവളെ സ്ത്രീകളുടെ ഒരു ആവേശമായി വൈകാതെ തന്നെ മാറും. അവളെ എങ്ങനെ വേണം മാറിക്കോട്ടെ. പക്ഷെ ആ മാറ്റം കൊണ്ട് പ്രഭകുഞ്ഞിന്റെ മെക്കെട്ട് കയറാൻ വന്ന തിരിച്ചടി കിട്ടും. അല്ല, മുരളി എന്തിനാ നവീന്റെ വീട്ടിൽ നിന്ന് നേരെ ചന്ദ്രോത്തിക്ക് പോയത്? ദേവികയുടെ കൂട്ടിനോ? അമ്മേ, മുരളിയേട്ടൻ MLA ഡ്രൈവറാ, അല്ലാതെ അവളുടെ കൂട്ടുകാരനല്ല. MLAക്ക് എന്തോ അത്യാവശ്യമായിട്ടൊരു ആവശ്യം വന്നപ്പോ പോവേണ്ടി വന്നു. അത് നന്നായെന്നേ ഞാൻ പറയൂ. നന്നായെന്ന് നീ പറഞ്ഞു. പണ്ടത്തെ പോലെ മുരളി അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാതിരുന്നാ മതി. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. ഇപ്പൊ അവളെ മന്ത്രിയെ കാണാൻ പോകുന്ന വഴിയാ. അവിടെ ചെന്ന് ആ ഫയലും ഏൽപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോയി ജീവിതത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങും. നോക്കിക്കും. ഒരു സപ്പോർട്ടും കൂടെ നടക്കണം.